ഷൊർണൂർ നഗരസഭാ പരിധിയിലെ കണയം ക്വാറി വിഷയത്തിൽ നഗരസഭ വീണ്ടും ഇടപെട്ടു. ക്വാറിയോട് ചേർന്ന സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിച്ച സാഹചര്യത്തിലും പരിസരവാസികളിൽ നിന്നും പരാതി വന്ന സാഹചര്യത്തിലുമാണ് നഗരസഭാ അധികൃതർ ക്വാറി സന്ദർശിച്ചത്. നഗരസഭാ സെക്രട്ടറി ക്വാറിക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. നിലവിൽ കൂട്ടിയിട്ട മൺകുല ഉടൻ മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. കണയം കല്ലുരുട്ടി ക്വാറിയോട് ചേർന്നുള്ള പുതിയ സ്ഥലത്ത് അനുമതിയില്ലാതെ പാറ പൊട്ടിക്കുന്നുവെന്ന പരിസരവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭ വിഷയത്തിൽ വീണ്ടും ഇടപെട്ടത്. ബുധനാഴ്ച ഉച്ചയോടുകൂടി നഗരസഭാ അധികൃതർ ക്വാറി സന്ദർശിച്ചു. ഒപ്പം പ്രദേശവാസികളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ നഗരസഭ ഭരണസമിതിയുടെ കാലത്ത് ക്വാറിക്ക് പ്രവർത്തനാനുമതി നൽകിയില്ലെങ്കിലും ഹൈക്കോടതി വിധി സമ്പാദിച്ച് ക്വാറി പ്രവർത്തിച്ചു വരുന്നതെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ക്വാറിയോട് ചേർന്നുള്ള പുതിയ സ്ഥലത്ത് പാറ പൊട്ടിക്കൽ അനുമതിയില്ലാത്ത സാഹചര്യത്തിൽ നിവാസികളുടെ പരാതിയെ തുടർന്നാണ് പ്രശ്നം ഗൗരവത്തോടെ മനസ്സിലാക്കി നഗരസഭാ അധികാരികളുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പുതിയ സ്ഥലത്തെ ഖനനം അനുവദിക്കില്ലെന്നും നിലവിൽ കൂട്ടിയിട്ടിരിക്കുന്ന മൺകൂന ഉടൻ മാറ്റാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ പി നിർമ്മല പറഞ്ഞു. 30/3/2023 കൗൺസിലിൽ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് പ്രദേശവാസികളുടെ ഒരു സൗകര്യം കണക്കിലെടുത്ത് അവർക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുക, അതുപോലെ മനുഷ്യജീവന് ആപത്ത് വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഈ ക്വാറിക്ക് അനുവാദം നൽകാൻ സാധിക്കില്ല എന്നാണ് അന്നത്തെ കൗൺസിൽ എടുത്തിട്ടുള്ള തീരുമാനം. അവിടുന്ന് അനുമതി ലഭിക്കാത്തത് കാരണമാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇതിൻ്റെ അനുമതി വാങ്ങിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായി വാങ്ങിയിട്ടുള്ള സ്ഥലത്ത് ഇവർ പുതിയതായിട്ട് ഖനനം നടത്തുകയാണ്. അപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരുപാട് വലിയ മൺകൂനയാണ് കൂട്ടിയിട്ടുള്ളത്. ആ മൺകൂന അപകടം ഉണ്ടാക്കും. ഇപ്പോൾ വയനാട് ദുരന്തങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അത് കാരണം അവർക്ക് ഈ മൺകൂനയും കൂടി നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നോട്ടീസും കൊടുക്കുന്നുണ്ട്. നിയമപരമായി എങ്ങനെ ഇടപെടാൻ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ക്വാറി വിഷയത്തിൽ ജനങ്ങൾക്ക് ഒപ്പമാണ് നഗരസഭയെന്നും വൈസ് ചെയർമാൻ VK അനുരാജും പറഞ്ഞു. അനുമതിയില്ലാത്ത സ്ഥലത്ത് ക്വാറിയുമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചതിനാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നിലവിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും ഇതിൻ്റെ ഭാഗമായിട്ട് ഹൈക്കോടതിയിൽ നഗരസഭ ഇടപെട്ടുകൊണ്ട് ഇതെങ്ങനെ നിയമപരമായിട്ട് ഇടപെടാൻ കഴിയും എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ വയനാട് ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ഇങ്ങനെയുള്ള വലിയ മൺകൂനകൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണം എന്നതുമായിട്ടുള്ള നോട്ടീസും ഇതിൻ്റെ ഭാഗമായിട്ട് നഗരസഭാ ഉദ്യോഗസ്ഥന്മാർ ഏതാനും മണിക്കൂറുകൾക്കകം ഇവിടെ എത്തിയിട്ട് അത് ഇവർക്ക് കൊടുക്കുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ശേഷം നഗരസഭാ സെക്രട്ടറി ക്വാറിയിലെത്തിയ ശേഷം സ്റ്റോപ്പ് മെമ്മോ നൽകുകയും ചെയ്തു. ക്വാറി പ്രവർത്തനത്തിൽ പരിസരവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. എന്തുതന്നെയായാലും പ്രദേശവാസികളുടെ പ്രതിഷേധത്തിന് ഫലം കണ്ടു നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിൽ. ന്യൂസ് സെന്റർ, ഷൊർണൂർ.